പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവാണ് ശിവരഞ്ജിനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സുഹാസിനി. ഇതേ തുടർന്ന് ഇവൾ വീട്ടിലേക്ക് കയറി വന്നത് എന്തെങ്കിലും ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പാർവതിയെ. ഇതോടെ പഴയകാല രഹസ്യങ്ങൾ പുറത്തു വരുമോ എന്ന് പാർവതി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. എത്രയധികം ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും രക്തം രക്തത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പാർവതി മനസ്സിലാക്കി തുടങ്ങുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് പാർവതിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് സുഹാസിനി കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് പാർവതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പാർവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായി. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല മുന്നോട്ടു പോകുന്നത്. ഇതോടെ പാർവതിയെ ചെന്ന് കാണുന്ന സുഹാസിനി എവിടെയോ കണ്ട നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുകയും ആരാണ് പാർവതിയുടെ മകളായ മീനുവെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തനിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുകയും ഇനി കുറച്ചു കാര്യങ്ങൾ കൂടി മാത്രമാണ് അറിയേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് സുഹാസിനി വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് അറിയിച്ചിരിക്കുകയാണ് പാർവതി. മീനു മറ്റാരുടെയും മകളല്ല, ശിവരഞ്ജിനിയുടെ മകൾ തന്നെയാണ്. ഇത് കേൾക്കുന്ന സുഹാസിനിയാകെ ഞെട്ടിപ്പോകുന്നു. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിനെ തുടർന്ന് സുഹാസിനിയുടെ പഴയകാല പ്രണയത്തെ പറ്റി ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് പാർവതി. ഇതോടെ പണ്ട് കുഴിച്ചുമൂടിയ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് സുഹാസിനി. അതെങ്ങനെ നിനക്കറിയാം? മറ്റാർക്കും അറിയാത്ത രഹസ്യമല്ലേ അതെന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പാർവതി അതുകൊണ്ട് തന്നെയാണ് മീനുവിനെ ഞാൻ അവിടേക്ക് അയക്കാത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ അപ്പോൾ മീനു, അതെ, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മീനു ഇവിടെ വളരേണ്ട കുട്ടിയല്ല, നിങ്ങളുടെ വീട്ടിൽ വളരേണ്ട കുട്ടിയാണ്, അതും ഒരു രാജകുമാരിയെ പോലെ. പക്ഷേ നിങ്ങളുടെയെല്ലാം ഒത്തുകളിയെ തുടർന്നാണ് അവൾക്ക് എൻ്റെ വീട്ടിൽ വളരേണ്ടതായി വന്നത്. ഈ സത്യങ്ങൾ ഇതുവരെ അവൾ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അവളെ അറിയിച്ചിട്ടുമില്ല. എനിക്ക് അറിയിക്കണമെന്നുള്ള യാതൊരു ആഗ്രഹവുമില്ല. പക്ഷേ നിങ്ങൾ തടസ്സമായി നിൽക്കുകയാണ് എങ്കിൽ ഇതുവരെ മൂടിവെച്ച രഹസ്യങ്ങൾ ഞാൻ അവളോട് വെളിപ്പെടുത്തും. അത് വെളിപ്പെടുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സുഹാസിനിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പണ്ട് കുഞ്ഞ് മരിച്ചുപോയി എന്ന് വിചാരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ശിവരഞ്ജിനി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവളുടെ മാറ്റങ്ങളെല്ലാം കുടുംബത്തിനു വേണ്ടിയായിരുന്നു. പക്ഷേ കുടുംബക്കാർ തന്നെ അവളെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം പറയാതിരിക്കുന്നതാണ് മനസ്സിലാക്കുകയാണ്. ഇതോടെ ഇനി ഈ രഹസ്യം പുറത്തേക്ക് വരരുത് എന്നുള്ള കാര്യം അറിയിക്കുന്ന സുഹാസിനി അതിനു വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് തോന്നിയിരുന്നു, ഇപ്പോഴാണ് ആ ഡൗട്ട് ക്ലിയർ ആയത്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? പഴയകാല രഹസ്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരരുത്. മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ശിവരഞ്ജിനി അറിയുകയാണ് എങ്കിൽ
പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പാർവതിയുടെ സഹായം ആവശ്യമാണ്. ഇത് കേൾക്കുന്ന പാർവതി, ഞാൻ മീനുവിനെ അവിടേക്ക് പോകുന്നതിൽ നിന്ന് തടയിടാം. നിങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സുഹാസിനി തൽക്കാലത്തേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇതേ സമയം സുഹാസിനിയുടെ മകൻ മുന്നിലേക്ക് വരികയും എന്തായി പോയിട്ട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് വ്യക്തമാക്കുന്ന സുഹാസിനി, നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് നമുക്കായിരിക്കും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയായിരിക്കും. ഈ പറയുന്നത് കേട്ട് എന്തൊക്കെയാണ് അമ്മ പറയുന്നത് എന്ന് ചോദിക്കുന്ന സുഹാസിനിയുടെ മകൻ, എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ആ മീനുവിനെ ഓടിപ്പിക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? അത് എല്ലാം നമ്മൾ ചെയ്യുകയല്ലേ ഇപ്പോൾ വേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, മീനുവിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം, നിനക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയാണ് എങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ആ ഓർമ്മ നിനക്ക് വേണം. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് അവൻ. ഇതോടെ പഴയ കുറെ രഹസ്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സുഹാസിനി, മീനു ശിവരഞ്ജനിയുടെ മകളാണ് എന്നുള്ള സത്യം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.